ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. രക്തം പരിശോധന നോർമലാണ്, സ്കാൻ നോർമലാണ്, എക്സ്റേ നോർമലാണ്, MRI സ്കാൻ നോർമലാണ്. പക്ഷെ കഴുത്ത് വേദന ഇപ്പോഴും ഉണ്ട്. അതുപോലെ പുറം വേദന പോകുന്നില്ല. മൈഗ്രെയിൻ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നു. ക്ഷീണം മാറുന്നേയില്ല. ഉറക്കം ശരിയാകുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ടെസ്റ്റുകൾ നോർമൽ ആണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. കാരണം ഈ ചോദ്യം ആയിരക്കണക്കിന് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശാസ്ത്രം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. ടെസ്റ്റുകൾ വളരെ പ്രധാനമാണ്. പല ഗുരുതര രോഗങ്ങൾ കണ്ടെത്താൻ അവ അനിവാര്യവുമാണ്. എന്നാൽ മെഡിക്കൽ ശാസ്ത്രത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ഒരു പരിശോധന നോർമൽ ആണെന്നത് ഒരു വ്യക്തിക്ക് യാതൊരു ലക്ഷണവുമില്ല എന്ന അർത്ഥമല്ല. കാരണം എല്ലാ പരിശോധനകളും ഓരോ ജൈവ പ്രവർത്തനവും അളക്കുന്നില്ല. ചില പരിശോധനകൾ ഘടന, സ്ട്രക്ചർ നോക്കും. ചിലത് രക്തത്തിലെ മാറ്റങ്ങൾ നോക്കും. ചിലത് പ്രത്യേക രോഗങ്ങൾ കണ്ടെത്താൻ രൂപകൽപ്പന ചെയ്തതാണ്. എന്നാൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു പരിശോധനയിൽ പൂർണ്ണമായി കാണാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വേദന എവിടെയാണ് ശരിക്കും ഉണ്ടാകുന്നത്? ഒരു രസകരമായ ശാസ്ത്രീയമായിട്ടുള്ള സത്യം ഒന്ന് പറയട്ടെ. വേദന ഉണ്ടാകുന്നത് ശരീരത്തിൽ അല്ല. വേദന അനുഭവപ്പെടുന്നത് തലച്ചോറിലാണ്, ബ്രെയിനിലാണ്. ശരീരത്തിൽ നിന്ന് നാഡികളിലൂടെ വിവരങ്ങൾ തലച്ചോറിലേക്ക് എത്തുന്നു. അവിടെ ആ വിവരങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് തലച്ചോർ വേദന എന്ന അനുഭവം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചെറിയ പരിക്കിന് വലിയ വേദനയും വലിയ പരിക്കിന് വളരെ കുറച്ച് വേദനയും അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ചിലർക്ക് ടെസ്റ്റുകൾ നോർമലായിട്ടും വേദന തുടർന്നുകൊണ്ടിരിക്കുന്നത്? ഇതിന് നിരവധി കാരണങ്ങൾ ഉണ്ടാകാം. ചില ഉദാഹരണങ്ങൾ: ദീർഘകാല സമ്മർദ്ദം, ഉറക്കക്കുറവ്, ശരീരചലനക്കുറവ്, പേശികളുടെ അമിത മുറുക്കം, നാഡീവ്യവസ്ഥ കൂടുതൽ സെൻസിറ്റീവ് ആകുന്നത്, ചില അവസ്ഥകൾക്ക് കൂടുതൽ പ്രത്യേക പരിശോധനകൾ ആവശ്യമാകുന്നത്. ഇവയിൽ ഏതാണ് നിങ്ങളെ ബാധിക്കുന്നതെന്ന് കണ്ടെത്താൻ വ്യക്തിഗത മെഡിക്കൽ വിലയിരുത്തൽ ആവശ്യമാണ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് കഴുത്ത് വേദനയാണ്, പക്ഷെ ഉള്ളിൽ ഇനി ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരില്ലേ? എനിക്ക് വീണ്ടും ജോലി ചെയ്യാൻ കഴിയുമോ? കുടുംബത്തിൽ ഞാൻ ഒരു ഭാരമാകുമോ? ഇതാണ് യഥാർത്ഥ വേദന, ശരിയല്ലേ? ശരീരത്തിലെ വേദന പലപ്പോഴും മനസ്സിലെ ഭയത്തോടും ആശങ്കയോടും ചേർന്ന് ജീവിതത്തിന്റെ ഗുണമേന്മയെ ബാധിക്കുന്നു. നിങ്ങൾക്ക് മരുന്ന് മാത്രം വേണ്ടതല്ല, നിങ്ങൾക്ക് റിപ്പോർട്ട് മാത്രം വേണ്ടതുമല്ല. നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദനയില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് വേണം. കുട്ടികളോടൊപ്പം കളിക്കാൻ കഴിയുന്ന ഒരു ശരീരം വേണം. നന്നായി ഉറങ്ങാൻ കഴിയുന്ന രാത്രികൾ വേണം. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വേണം. ജീവിതത്തിന്റെ ഗുണമേന്മ തിരികെ ലഭിക്കുക, അതാണ് യഥാർത്ഥ ലക്ഷ്യം. എൻ്റെ സന്ദേശം നിങ്ങളുടെ ലക്ഷണങ്ങൾ തുടരുകയാണെങ്കിൽ ടെസ്റ്റ് നോർമലാണ് എന്ന ഒറ്റ വാചകത്തിൽ നിർത്തരുത്. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി വീണ്ടും സംസാരിക്കുക. ആവശ്യമായാൽ കൂടുതൽ വിലയിരുത്തലുകൾ നടത്തുക. ജീവിതശൈലി, ഉറക്കം, മാനസിക സമ്മർദ്ദം, ശരീരചലനം എന്നിവയും പരിഗണിക്കുന്ന സമഗ്രമായ സമീപനം സ്വീകരിക്കുക. കാരണം ആരോഗ്യം എന്നത് ഒരു റിപ്പോർട്ടിലെ നമ്പറുകൾ മാത്രമല്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ഉറങ്ങുന്നു, എങ്ങനെ ചലിക്കുന്നു, എങ്ങനെ അനുഭവിക്കുന്നു എന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ വീഡിയോ
നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റൊരാൾക്കും ഒന്ന് ഷെയർ ചെയ്യാമോ? നിങ്ങളുടെ അനുഭവം കമൻറ്റിലൊന്ന് എഴുതാമോ? എൻ്റെ സെഷനുകളെക്കുറിച്ചോ സേവനങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിയാൻ വീഡിയോയുടെ വിവരണത്തിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓർമ്മിക്കണേ, ടെസ്റ്റുകൾ പ്രധാനമാണ്, ലക്ഷണങ്ങളും പ്രധാനമാണ്. ഇവ രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ വ്യക്തമായ ആരോഗ്യയാത്ര സാധ്യമാകുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.